ഇപ്പോൾ ഞാൻ ഈ അന്താരാഷ്ട്ര യോഗ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇടുന്നതാണ് ഞാൻ. അത് കാണുന്ന എല്ലാവർക്കും അത് നോക്കിയിട്ട് സ്വന്തമായിട്ട് നമുക്ക് ഇന്നും വീട്ടിലിരുന്നിട്ട് യോഗ ചെയ്യാം കേട്ടോ. ചെവിയുടെ ഇവിടെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ത്രികോണാകൃതിയിലുള്ളൊരു ഭാഗമുണ്ട്. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ യോഗയ്ക്ക് കയറിയപ്പോഴേ നമ്മൾ എല്ലാ ദിവസവും യോഗയ്ക്ക് കയറുമല്ലോ. 5 മണിക്ക് ഞാൻ യോഗയുടെ ആ സംഘത്തിൽ കയറും കേട്ടോ. ഓൺലൈനിലാണ് ഞങ്ങളുടെ യോഗ നടക്കുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിലാർക്കെങ്കിലും കയറുന്ന താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ആ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ലിങ്ക് മീൻസ് എല്ലാ ദിവസവും ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ട് വാട്സപ്പിൽ മെസ്സേജ് തരികയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ അതിൽ കുത്താണ്, ആ സൂമിലാണ് മീറ്റിംഗ് കേട്ടോ. അപ്പോൾ 2 ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരും കുറച്ച് 2-3 പേര് ടീച്ചേഴ്സാണ്. ഈ യോഗയുടെ നല്ല ഒരു പ്രവർത്തകരാണ്. ഞാൻ ടീച്ചറൊന്നുമല്ല എങ്കിലും ഞാനതിൽ എന്നും കയറും കേട്ടോ. എൻ്റെ മോൻ ടീച്ചറാണല്ലോ. രാവിലെ ശരീരശുദ്ധിയൊക്കെ വരുത്തി കുളിക്കാൻ പറ്റുകയാണെങ്കിൽ കുളിക്കാൻ പറ്റാത്തവർ കുളിക്കില്ല. എങ്കിലും ശരീരശുദ്ധി വരുത്തി അതിന് ശേഷം നമ്മൾ യോഗ മാറ്റിൽ വന്ന് ഇരിക്കാൻ നമ്മളുടെ സൗകര്യം എന്താണോ അതനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റുന്നവർക്ക് ചമ്രം പടിഞ്ഞിരിക്കാം, അതല്ലെങ്കിൽ പത്മാസനം ഇരിക്കാൻ പറ്റുന്നെങ്കിൽ പത്മാസനം, കസേരയിൽ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കസേരയിലിരിക്കുക. എന്തായാലും നമ്മളുടെ സൗകര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇരുന്ന് യോഗ ചെയ്യേണ്ടത്. പിന്നെ യോഗ ചെയ്ത് നമുക്ക് ഈ ചെയ്യാനുള്ള കഴിവ് കൂടി വരും. യോഗ കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിനും മനസ്സിനും ശ്വാസത്തിനും ആത്മാവിനും ഒക്കെ ഗുണമുള്ള കാര്യങ്ങളാണ് ഇത്. ഞങ്ങൾ ചെയ്യണത് ശ്രീ രവിശങ്കർ വിഭാവനം ചെയ്ത ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ യോഗയാണ് ഞാൻ ചെയ്യണത് കേട്ടോ. യോഗ എന്ന ശാസ്ത്രം തന്നെ ഭാരതത്തിലാണ് അത് ആദ്യമായിട്ട് ഉണ്ടായത്. അത് നമ്മുടെ ഇവിടുത്തെ ഋഷീശ്വരന്മാർ അവരുടെ സാധനയിലൂടെ ഉണ്ടാക്കിയ സാധനമാണത്. അപ്പോൾ യോഗയുടെ ആചാര്യൻ ശരിക്കും പതഞ്ജലിയാണ് കേട്ടോ. പതഞ്ജലി മഹർഷിയാണ്, പതഞ്ജലി മഹർഷി. അദ്ദേഹത്തിനെ വന്ദിക്കുന്ന ഒരു ശ്ലോകമുണ്ട്, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ കഴിവെന്നാണ്. നോക്കൂ, ഇതാണ് കേട്ടോ അദ്ദേഹത്തെ വന്ദിക്കുന്ന ശ്ലോകം. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി. പ്രാഞ്ജലിയായിട്ട്, അഞ്ജലി ച കൈക്കുമ്പിൽ എന്നർത്ഥം. അതൊന്നിങ്ങനെ കൂപ്പിയാൽ തൊഴുകൈയായിട്ട് എന്നർത്ഥം. പതഞ്ജലിയെ പ്രാഞ്ജലിയായിട്ട് ഉത്കൃഷ്ടമായ അഞ്ജലിയോട് കൂടിയിട്ട് ഞാൻ ആനതഃ അസ്മി ഞാൻ നമിക്കുന്നു എന്നർത്ഥം. പതഞ്ജലിയെ ഞാൻ നമിക്കുന്നു. എങ്ങനെയുള്ള പതഞ്ജലിയെ എന്ന് വെച്ചാൽ അർത്ഥം യോഗേന ചിത്തസ്യ, യോഗ കൊണ്ട് ചിത്തസ്യ മനസ്സിൻ്റെയും, പദേന വാചാം പദം കൊണ്ട് വാക്കുകളുടെയും, പിന്നെ മലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴുക്ക് എന്നർത്ഥം. ശരീരത്തിൻ്റെ അഴുക്ക് എന്ന് വെച്ചാൽ മേലുള്ള അഴുക്കല്ല ഉദ്ദേശിക്കുന്നത്, ആന്തരികമായ അഴുക്ക്, രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വേദനകൾ എന്നൊക്കെ അർത്ഥമുണ്ട്. അതുപോലെ വാക്കുകളുടെ അഴുക്ക് എന്ന് വെച്ചാൽ ശരിയായ ശുദ്ധമല്ലാത്ത ലാംഗ്വേജ്, ഭാഷ എന്നർത്ഥം. പിന്നെ മലം ശരീരസ്യ ച വൈദ്യകേന, ശരീരസ്യ മലം, ശരീരത്തിൻ്റെ മലം, വൈദ്യകേന വൈദ്യകം കൊണ്ട്, വൈദ്യശാസ്ത്രം കൊണ്ടും, യഹ അപാകരോത് യാതൊരുവനാണോ അപാകരോത് മാറ്റിക്കളഞ്ഞത്. യോഗം കൊണ്ട് മനസ്സിൻ്റെയും, പദം കൊണ്ട് വാക്കുകളുടെയും, വൈദ്യകം കൊണ്ട് ശരീരത്തിൻ്റെയും മലം, അഴുക്ക്, മാലിന്യം മാറ്റിക്കളഞ്ഞത് ആരാണോ അവനെ, അദ്ദേഹത്തെ എന്നർത്ഥം. അവനെ വെച്ചാൽ അദ്ദേഹത്തെ പ്രാഞ്ജലിയായിട്ട്, അഞ്ജലിയോട് കൂടിയിട്ട് ആനതഃ അസ്മി ഞാൻ നമിക്കുന്നു എന്നർത്ഥം. യോഗേന ചിത്തസ്യ പദേന വാചാം, അപ്പോൾ അദ്ദേഹം
യോഗശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അതുപോലെ തന്നെ പതഞ്ജലി വെച്ചാൽ വ്യാകരണശാസ്ത്രത്തിൻ്റെയും ആളാണ് പതഞ്ജലി. പിന്നെ വൈദ്യത്തിൻ്റെയും ഒരു ആചാര്യൻ തന്നെയാണ്. അതുകൊണ്ട് ഇത് മൂന്നും ആയാൽ നമ്മുടെ മനസ്സിൻ്റെ മാലിന്യത്തെയും ശരീരത്തിൻ്റെ മാലിന്യത്തെയും വാക്കിൻ്റെ മാലിന്യത്തെയും ആരാണോ നശിപ്പിച്ച് കളഞ്ഞത്, മാറ്റിക്കളഞ്ഞത്, നമ്മളെ നല്ല സംസ്കാര സമ്പന്നമായ വാക്കുകൾ പറയാനും ആരോഗ്യ ദൃഢഗാത്രമായ ശരീരമുണ്ടാവാനും അതുപോലെ തന്നെ സ്വസ്ഥമായ ഒരു മനസ്സുണ്ടാവാനും ഈ 3 കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ടല്ലോ നമുക്ക്, അല്ലേ? ഇത്ര ഉണ്ടെങ്കിൽ സുഖമായി. അത് ചെയ്തത് ആരാണോ അങ്ങനെയുള്ള പതഞ്ജലിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് എന്നും നമ്മൾ ചൊല്ലിയിട്ടാണ് യോഗ തുടങ്ങുക കേട്ടോ. പിന്നെ യോഗി ബ്രീത്തിങ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. യോഗി ബ്രീത്തിങ് എന്ന് വെച്ചാൽ യോഗി ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്നു. ഞാൻ പറയില്ലേ, ഏറ്റവും പ്രധാനം ബ്രീത്തിങ് ആണ്. ശ്വാസോച്ഛ്വാസം. ഒരു മനുഷ്യൻ ജനിച്ച് വീഴുമ്പോൾ ആദ്യം എടുക്കേണ്ടത് എന്താണ്? ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. ഉള്ളിലേക്ക് ശ്വാസത്തെ എടുത്തുകൊണ്ടാണ് അവൻ ജനിച്ച് വീഴുന്നത്. മരിക്കുമ്പോഴോ ശ്വാസത്തെ പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് മരിക്കുന്നത്. അതിനിടയ്ക്ക് എത്രയോ വട്ടം കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കൽ പോലും നിർത്താണ്ട് ഇങ്ങനെ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളാണ് അറിയണേ ഇല്ല, അല്ലേ? എന്താ അറിയാത്തത്? വല്ല ശ്വാസം മുട്ട അസുഖമൊക്കെ വരുമ്പോഴാണ് അറിയണല്ലേ എനിക്ക് ശ്വാസം ഉണ്ട് എന്നല്ലേ. അപ്പോൾ ഇങ്ങനെ ജനിച്ച അന്ന് മുതൽ മരണം വരെയുള്ള ആ സമയത്ത് നമ്മൾ എത്ര വട്ടം ശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കാൻ പറ്റുന്നില്ല. ആ ശ്വാസത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്നും വരാതിരിക്കാനാണ് യോഗ ചെയ്യണമെന്ന് പറയണത്. ആൾക്കാർ പറയും നമ്മളിങ്ങനെ എനിക്കൊന്നും യോഗ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പറയാണ് യോഗ ചെയ്യൂ കേട്ടോ, നല്ലതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പറയും എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. ഞാൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. രാവിലെ ഞാൻ ഇഷ്ടം പോലെ മോർണിംഗ് വാക്ക് 2 മണിക്കൂർ നടക്കുന്നുണ്ട്, വൈകുന്നേരം നടക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തിന് സുഖമാണ്. പിന്നെ മനസ്സിന് എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അവരോടൊക്കെ എന്നും സംസാരിക്കുന്നുണ്ട്. എനിക്ക് സുഖമാണ്, ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ മരുന്നൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്, എനിക്കൊരു സുഖമില്ല ശാരീരികമായിട്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, ഞാനും പണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ മക്കളാണ് എന്നെ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. 2ാമത്തെയും 3ാമത്തെയും മോനാണ് ആദ്യമായിട്ട് എന്നെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചത്. അങ്ങനെ ഞാൻ അവരുടെ നിർബന്ധപ്രകാരം അവരാണ് എന്നെ ഈ ക്ലാസ്സിൽ കൊണ്ടാക്കിയത്. അമ്മ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഞാനന്ന് പറഞ്ഞിരുന്നു എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ നടക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ അതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ക്ലാസ്സിൽ പോയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഇതെന്ത് നല്ലതാണ്. അത് നമ്മുടെ ഓരോരോ അംഗപ്രത്യംഗങ്ങളെയും എടുത്തുകൊണ്ടുള്ള യോഗയാണത്. ശാരീരികമായിട്ട് ശ്വാസോച്ഛ്വാസത്തിന് എന്ത് സുഖമാണെന്നറിയോ. ഫ്ലുവൻ്റായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റും, തടസ്സമേ ഇല്ല. അതുപോലെ തന്നെ ശരീരത്തിനും നല്ലത് തന്നെയാണ്, എല്ലാം കൊണ്ടും നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. ശ്രീ രവിശങ്കറിൻ്റെ അദ്ദേഹം ആവിഷ്കരിച്ച ആർട്ട് ഓഫ് ലിവിങ്ങിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. അത് നമ്മൾ ആദ്യമായിട്ടൊക്കെ പഠിക്കണമെങ്കിൽ ഫീസ് കൊടുത്തിട്ടാണ് പഠിക്കുക. പതഞ്ജലിയുടെ യോഗശാസ്ത്രം തന്നെയാണ് ഓരോരോ ആചാര്യന്മാർ ഇങ്ങനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിലൊരുപാട് ആചാര്യന്മാരുണ്ട്. നമുക്കറിയാം, കോയമ്പത്തൂരിലെ സദ്ഗുരു, അതേപോലെ ഇവിടെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആചാര്യൻ ശ്രീ രവിശങ്കർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. നാളെ ഉണ്ടല്ലോ, നാളെ ജൂലൈ 21 അന്താരാഷ്ട്ര യോഗ ദിനം, അല്ല ഇൻ്റർനാഷണൽ യോഗ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ലോക യോഗ ദിനമാക്കിയിട്ട് ആചരിക്കുന്നുണ്ട്. അതിന് മുൻകൈയെടുത്തത്, അതിങ്ങനെ ഇതിൽ വന്നത്, പ്രാബല്യത്തിൽ വന്നത് ശ്രീ രവിശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള ആർട്ട് ഓഫ് ലിവിങ്ങുകാർ കൊണ്ടുവന്നത് തന്നെയാണ് കേട്ടോ. അദ്ദേഹമാണ്, ശ്രീ രവിശങ്കർ തന്നെയാണത് തുടങ്ങിയത്. കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പറയില്ല ഇങ്ങനെ ഇത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ നിലത്തിരുന്ന് ചെയ്യാൻ പാടില്ല. നിലത്തിരുന്നാൽ നമുക്കുണ്ടാകുന്ന എനർജി ഭൂമിയിലേക്ക് തന്നെ പോകുന്ന പറയുക. അതുകൊണ്ട് ഒരിക്കലും നിലത്തിരുന്ന് ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ കസേരമയോ അതല്ലെങ്കിൽ ഒരു മാറ്റ്, പായോ തുണിയോ എന്തെങ്കിലും വിരിച്ച് അതിനുള്ളിൽ ഇരുന്നിട്ട് വേണം യോഗ ചെയ്യാനായിട്ട്. കസേരയിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ കാല് ഏതെങ്കിലും മാറ്റിൽ വെക്കണം, നിലത്ത് വെക്കാൻ പാടില്ല. അങ്ങനെ ശ്വസന പ്രക്രിയകൾ ഒരുപാടുണ്ട്. അത് ചെയ്താലുണ്ടല്ലോ നമുക്ക് എന്ത് സുഖമാണെന്നറിയാം. ഞാൻ പറയാം, നാഡീശോധന പ്രാണായാമം,
പിന്നെ ഭസ്ത്രിക, 3 സ്റ്റേജ് പ്രാണായാമം, ഭ്രമരി പ്രാണായാമം, അങ്ങനെ ഒരുപാട് പ്രാണായാമങ്ങളുണ്ട്. പിന്നെ യോഗി ബ്രീത്തിങ് എന്ന് പറഞ്ഞ യോഗികൾ എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യാമെന്ന്, അത് ഫുള്ള് ശ്വാസത്തെ ഉള്ളിലേക്ക് വലിച്ച് മെല്ലെ 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 പുറത്തേക്ക് വിടുന്ന ഒരു സംഗതിയാണ് കേട്ടോ. അതൊക്കെ ഞങ്ങൾ സ്ഥിരം ചെയ്യണതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യൂ. നാളെ ലോക യോഗ ദിനമായതുകൊണ്ട് അല്ലേ, ലോകത്തിലെമ്പാടും ഇതുണ്ടായിരിക്കും. നമ്മുടെ കേരള ഗവൺമെൻറ്റും ചെയ്യുന്നുണ്ട് കേട്ടോ. കേരള ഗവൺമെൻറ്റും ഇവിടുത്തെ ജനങ്ങൾക്ക് ആയുർവേദ ആസ്പത്രികളോട് അനുബന്ധിച്ച് യോഗ കൊടുക്കുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കണത്. അതും നല്ല ഒരു കാര്യമായിട്ടാണ് ഞാനിപ്പോൾ മനസ്സിലാക്കണത്. ഞാനിപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യണം, അത് പിന്നെ അവിടെ പോയി ചെയ്യണം. ഇത് ഞാൻ വീട്ടിലിരുന്ന് ചെയ്യണം കേട്ടോ, കാരണം ഓൺലൈനിൽ കിട്ടണത് കൊണ്ടാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നാളെ ഇപ്പോൾ ഞാൻ ഈ അന്താരാഷ്ട്ര യോഗ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കും. എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇടുന്നതാണ് ഞാൻ. അത് കാണുന്ന എല്ലാവർക്കും അത് നോക്കിയിട്ട് സ്വന്തമായിട്ട് നമുക്ക് ഇന്നും വീട്ടിലിരുന്നിട്ട് യോഗ ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. നാളെ എന്തായാലും രാവിലെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ കൂട്ടി പറയുകയാണ് കേട്ടോ. നേരത്തെ കൂട്ടി പറയുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. യോഗ ചെയ്യണം എല്ലാവരും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഞാൻ ചെയ്തു. എനിക്കിപ്പോൾ വേണം തന്നെയായിട്ടുണ്ട്, നിർബന്ധമായി. അതുപോലെ എൻ്റെ മക്കളെല്ലാവരും ചെയ്തിട്ടുണ്ട്, ഹസ്ബൻഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സും കുറേ പേരുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ വീടുകളിലെ ആൾക്കാരും യോഗ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കും ഇത് പഠിച്ച്, ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പഠിച്ച് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരു ചെറിയ പ്രാണായാമം ചെയ്യാം അല്ലേ. ഈ കോവിഡൊക്കെ വന്നില്ലേ, ഇപ്പോഴും കോവിഡ് രണ്ടാമത് വരികയാണ് അല്ലേ. ഈ കോവിഡ് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ തൊണ്ടയ്ക്കാണ്. ശ്വസനത്തിന് പ്രശ്നമുണ്ട്, ഈ തൊണ്ടയ്ക്കും പ്രശ്നം വരാറുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് തൊണ്ടയ്ക്കാണ്. ഇവിടെ വെള്ളം ഇറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരികയാണ്. അപ്പോൾ അതിനുള്ള ഇവിടുത്തെ മസിൽസിനും ഒക്കെയാണ് തോന്നുന്നു കുഴപ്പമുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ശ്രീ രവിശങ്കർ ഇതിനു വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു യോഗയാണ് ഇത്. ഈ ഒരു പ്രാണായാമമാണ് ഇത് നമ്മൾ കുട്ടികളൊക്കെ പണ്ടേ ചെയ്യണ ഒരു കാര്യമാണ്. അല്ലെങ്കിലും ഈ എല്ലാ പ്രാണായാമങ്ങളും യോഗയുടെ എല്ലാതും കുട്ടികൾ, നമ്മൾ മനുഷ്യർ ജനിച്ച് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, ജന്മനാ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ആരും അത് അനുവർത്തിച്ച് വരുന്നില്ല. കുട്ടിക്കാലത്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അത് ചെയ്യണില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളൊരു സിമ്പിൾ എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം വെച്ചാൽ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്, എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്, ഗുരുജിയുടെ യോഗ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അതെന്താ വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ടാണ്. അതായത് നമ്മുടെ ഈ ചെവിയുടെ ഇവിടെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ത്രികോണാകൃതിയിലുള്ളൊരു ഭാഗമുണ്ട്. ഇയർബഡ്സ് എന്ന് പറയും. ഇവിടെ തള്ളി നിൽക്കുന്ന ത്രികോണാകൃതിയിൽ അവിടെ നമ്മൾ ഈ വിരൽ വയ്ക്കുക, ചൂണ്ട് വിരൽ വയ്ക്കുക, രണ്ടിൻ്റെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടയ്ക്കുമ്പോൾ ശരിക്കും അത് അമർത്തുമ്പോൾ ചെവി അടഞ്ഞു പോകും. ഇങ്ങനെ കാണിക്കുമ്പോൾ തുറക്കും, തുറക്കും. അപ്പോൾ നമ്മൾ കുട്ടികൾ ചെയ്യാറില്ലേ, ഇങ്ങനെ ചെയ്യാറില്ലേ, മൂളക്കം ചെയ്യാറില്ലേ, അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ശ്വാസം എടുക്കുക, അതിന് ദീർഘശ്വാസം, ഫുള്ള് ശ്വാസം എടുത്ത് കഴിയുന്നതിന് ശേഷം ഈ ശ്വാസത്തിനെ മെല്ലെ പുറത്തേക്ക്, മാക്സിമം പുറത്തേക്ക് മെല്ലെ 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 പുറത്തേക്ക് വിടുക. അങ്ങനെ വിടുമ്പോൾ ഈ ചെവി ഇങ്ങനെ തള്ളിക്കൊടുക്കുക. ഡിങ് ഡിങ് കണ്ട, ഇങ്ങനെ പ്രസ് ചെയ്യുക, അമർത്തുക, ജസ്റ്റ് ഇങ്ങനെ തള്ളിക്കൊടുക്കുക ചെവിയുടെ ബഡ്സ്. അപ്പോൾ നമ്മൾ ഒരു ശബ്ദം പുറപ്പെടുവിക്കുക, ഒരു ഹമ്മിങ് ശബ്ദം, മൂള. നോക്കൂ, ഇതാ അടച്ചില്ലേ, മൂള. ശ്വാസം എടുക്കൂ, പുറത്തു വിടൂ. അത് കഴിഞ്ഞ് വീണ്ടും ശ്വാസം എടുക്കുക. നമ്മൾ എന്ത് യോഗ ചെയ്യുമ്പോഴും കണ്ണടച്ച് പിടിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. കാരണം നമ്മുടെ ശ്രദ്ധ ഫുള്ളായിട്ട് പുറത്തേക്ക് പോവാതിരിക്കാനാണ്. ഫുൾ ശ്രദ്ധ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വേണം.
അതിന് വേണ്ടിയിട്ട് കണ്ണടച്ച് പിടിക്കുക, ശ്വാസം എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഹമ്മിങ് ശബ്ദം പുറപ്പെടുവിക്കുക, കൈകൊണ്ട് ഇങ്ങനെ തള്ളിക്കൊടുക്കുക. നോക്കാം. ഇങ്ങനെ ഒരു 3 4 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ കൈ മടിയിൽ വെച്ചിട്ട് മലർത്തി വയ്ക്കുക. കണ്ണടച്ച് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ശ്വാസത്തിൻ്റെ ഒഴുക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ ശ്രദ്ധിക്കുക. 1 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ ചെവിയിൽ ഇങ്ങനെ അടച്ച് പിടിക്കുക, വിരലുകൊണ്ട് തള്ളിപ്പിടിക്കുക, ശ്വാസത്തിനെ എടുക്കുക, പുറത്തേക്ക് വിടുക, പിന്നെ ഹമ്മിങ് ശബ്ദം പുറപ്പെടുവിക്കുക. അങ്ങനെ ചെയ്യുക. അങ്ങനെ ഒരു 3 4 വട്ടം ചെയ്താൽ ഈ ഭാഗത്തിനൊക്കെ നല്ല സുഖം ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടില്ലേ, അസുഖങ്ങൾ വരുമ്പോൾ നമ്മളിത് പറയാണ്ട് തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. പണ്ട് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് തീരെ വയ്യ, അപ്പം നമ്മുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുക? വയ്യായ്ക്ക് ക്ഷീണം മാറാനായിട്ട് അങ്ങനെ മൂളില്ലേ? ഇങ്ങനെ മൂളുമ്പോൾ നമ്മുടെ വയ്യായ്ക്ക്, അസുഖങ്ങൾക്ക് ശമനം കിട്ടുമെന്ന് നമ്മുടെ ശരീരം സ്വയമേവ കണ്ടെത്തിയിട്ടുള്ളതാണ്. പക്ഷെ നമുക്കറിയില്ല, നമ്മുടെ ശരീരം നമുക്ക് വയ്യാണ്ടാകുമ്പോൾ നമ്മൾ ഞരങ്ങണതാണ് അല്ലേ. ഇത് നമ്മുടെ ശരീരം തന്നെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതിനെ ശാസ്ത്രീയമായി കണ്ടുപിടിച്ചതാണ് നമ്മുടെ ആചാര്യന്മാർ. നോക്കൂട്ട, അതിനെന്താ പറയുക? ഭ്രമരി പ്രാണായാമം എന്നാ പറയുക. ഭ്രമരം എന്ന് വെച്ചാൽ വണ്ട് എന്നർത്ഥം. ഭ്രമരം വണ്ട്, ഭ്രമരി എന്ന് വെച്ചാൽ പെൺവണ്ട് എന്നർത്ഥം. ഭ്രമരി പ്രാണായാമം, ഭ്രമരിയുടെ ശബ്ദം ഉണ്ടാക്കിയിട്ടുള്ള പ്രാണായാമമാണ്. നമ്മൾ കാണുന്നില്ലേ, അത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഇത്. കോവിഡ് എന്നല്ല, ഏത് അസുഖം മൂലം ഉണ്ടാകുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടാൻ ചെയ്യുന്ന ഒരു പ്രാണായാമമാണ്. കോവിഡ് ഉണ്ടായില്ലേ 19 ആ സമയത്ത് ഗുരുജി ഒരുപാട് തരത്തിലുള്ള എക്സർസൈസസും അതുപോലെ തന്നെ പ്രാണായാമങ്ങളും ഒക്കെ രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും രോഗം വരാത്തവർക്ക് വേണ്ടിയിട്ടുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ടാണ് അന്ന് കൊടുത്തിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ നിർത്തുകയാണ്. നാളെ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിട്ട് സ്പെഷ്യലായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. നോക്കിക്കോളൂ. ഓക്കെ, ചെയ്യണം എല്ലാവരും കേട്ടോ. ചെയ്യണം, എല്ലാവരും വിളിച്ച് ചെയ്തോളൂ. നല്ലതാണ് കേട്ടോ. ഓക്കെ.